ഈ ഐതിഹ്യം ഉടലെടുക്കുന്നത് ഗുരുവായൂരപ്പന്റെ കടുത്ത ഭക്തിയായിരുന്ന ഒരു വൃദ്ധയായ ദരിദ്രയായ സ്ത്രീയുടെ കഥയിൽ നിന്നാണ്. സമ്പത്തൊന്നും ഇല്ലാത്തതിനാൽ അവർ ശ്രീകൃഷ്ണന് സമർപ്പിക്കാനായി ചുവന്ന നിറത്തിലുള്ള മഞ്ചാടിക്കുരുക്കൾ ഒരു സഞ്ചിക്കുള്ളിൽ ശേഖരിച്ചു. ഓരോ മഞ്ചാടിക്കുരുവിനും അവർ അത്രയധികം സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും കൂടെയാണ് കരുതിയത്. അങ്ങനെ അവർ ഒടുവിൽ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ ഒരു നാട്ടുവഴിയുടെ ഭടന്മാർ അവരെ തടയുകയും അപമാനിക്കുകയും ചെയ്തു. ആ നാട്ടുവഴി ഭഗവാന് സമർപ്പിക്കാനായി ഒരു ആനയുമായി ആർഭാടമായ വഴിപാട് നടത്തി വരികയായിരുന്നു. ഭടന്മാരുടെ തള്ളലിൽ ആ വൃദ്ധയുടെ മഞ്ചാടിക്കുരുക്കൾ നിലത്ത് ചിതറിപ്പോയി. പെട്ടെന്ന് നാട്ടുവഴിയുടെ ആന വിരണ്ടോടാൻ തുടങ്ങി. ക്ഷേത്രത്തിൽ വലിയ കോലാഹലമുണ്ടായി. അപ്പോൾ അന്തരീക്ഷത്തിൽ ശ്രീകോവിലിനുള്ളിൽ ഒരു ദിവ്യ ശബ്ദം കേട്ടു. "എവിടെ എന്റെ മഞ്ചാടിക്കുരു? നിങ്ങൾ അപമാനിച്ച എന്റെ ഭക്തി എവിടെ?" തങ്ങളുടെ വലിയ അബദ്ധം മനസ്സിലാക്കിയ ജനങ്ങളും നാട്ടുവാഴിയും ആ വൃദ്ധയോട് ക്ഷമ ചോദിക്കുകയും നിലത്ത് ചിതറിയ അവളുടെ കുരുക്കൾ ആദരവോടെ വാരിയെടുക്കുകയും ചെയ്തു. ആ എളിയ വഴിപാട് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ആന ശാന്തനാകിയതും ക്ഷേത്രത്തിലെ സാഹചര്യം സാധാരണ നിലയിലാവുകയും ചെയ്തത്.